CV അനുമോദിലേക്ക് കൂടി വീണ്ടും അനുമോദ് UDF പ്രവേശനവുമായി ഇതിനെ പെട്ടെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട എന്നുള്ളൊരു കാര്യം VT ബൽറാം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വരികൾക്കിടയിലുണ്ട്. അത് അൻവർ കൂടിയാണ് ഇതിനകത്തൊരു വ്യക്തമായ നിലപാട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ചേലക്കര തെരഞ്ഞെടുപ്പ് അടക്കം ബൽറാം പറയുമ്പോൾ, പക്ഷേ ഇപ്പോഴുള്ള പിന്തുണ അത് ഹൈപ്പോത്തറ്റിക്കൽ മാത്രമല്ല, അത് വേണമെങ്കിൽ അതൊരു പുതിയ രാഷ്ട്രീയ ഒരു ചേരിയിലേക്കൊക്കെ മാറാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും വിലയിരുത്താം. അങ്ങനെ വിലയിരുത്തപ്പെടുന്ന രീതിയിൽ കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് മലപ്പുറത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ തരത്തിൽ പ്രതികരിക്കുകയുണ്ടായോ? നമ്മളോട് തന്നെ ഇപ്പൊ ലീഗ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് കൂടുതൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്നതുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇന്ന്? അപർണ, നമ്മൾ VT ബൽറാം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഫേസ്ബുക്കിലൊരു കുറിപ്പ് കൂടി നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹം 2 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടത്. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും VD സതീശനെതിരായ 150 കോടിയുടെ വ്യാജ ആരോപണവും ചേലക്കര ഇലക്ഷൻ സമയത്ത് നടത്തിയ ജാതീയ പരാമർശങ്ങളും പിൻവലിച്ച് PV അൻവർ സ്വയം തിരുത്തണം. തൻ പ്രമാണിത്വവും ധാർഷ്ട്യവും ഒരു പൊടിക്ക് കുറയ്ക്കണം. അങ്ങനെയുള്ള ഒരു അൻവറുമായി രാഷ്ട്രീയമായി സഹകരിക്കുന്ന UDF പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള സമയത്ത് ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് വ്യക്തികൾ കൂടിയാണ് VT ബൽറാം. അത് VT ബൽറാമിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ അദ്ദേഹം ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആ അൻവറിന് ഉള്ള ഒരു മറുപടിയായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDFിലേക്ക് വരുന്നതിന് എതിർപ്പില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അൻവർ ചെയ്യേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം VT ബൽറാം തന്നെ FBയിൽ കുറിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ നേതാക്കൾക്കെല്ലാം ഈ PV അൻവർ വിഷയത്തിൽ പല നിലപാടുകളുണ്ട്. K. സുധാകരനും രമേശ് ചെന്നിത്തലയും കാണിക്കുന്ന അത്ര ലാഘവത്തോടെ അല്ലെങ്കിൽ അത്ര സുഖകരമായ രീതിയിലല്ല ഇതിൽ VD സതീശൻ്റെ നിലപാടുള്ളത്. കാരണം VD സതീശനെതിരെയാണ് PV അൻവറിൻ്റെ വിമർശനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും VD സതീശനെ പരിഹസിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ PV അൻവർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ VD സതീശൻ്റെ നിലപാട് നമുക്കറിയാം, ഇതിൽ കൃത്യമായിട്ട് സുധാകരൻ്റെയോ ചെന്നിത്തലയുടെയോ പോലെയല്ല. മുസ്ലിം ലീഗ് ആകട്ടെ PV അൻവറിനോട് കുറെ കൂടി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പല വിഷയങ്ങളിലും അത് അനൗപചാരികമായി പല ചർച്ചകളും നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ ആർക്ക് മുമ്പിലും അതിൽ അടച്ചിട്ടില്ല, രാഷ്ട്രീയമായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് പറയുന്നു. അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് PV അൻവറിനെ UDFിൻ്റെ ഭാഗമാക്കുന്നതിൽ അവർക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് പക്ഷേ അത് UDFിൻ്റെ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ UDFിൽ നിന്ന് വരേണ്ട ഒരു അഭിപ്രായമാണ് അത് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ഇത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മറുവശത്ത് കോൺഗ്രസിനുള്ളിലാണ് ഇത് സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത്. പല അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് VD സതീശൻ്റെ ഭാഗത്തുനിന്നുള്ള ആ എതിർപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പക്ഷേ അൻവറിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഈ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ അൻവർ നടത്തുന്നത് പോലെ ഒരു വലിയ പോരാട്ടം നടത്തുവാൻ ഒരു പക്ഷേ UDFിന് പോലും ഈ ഘട്ടത്തിൽ സാധിക്കില്ല എന്ന് വരും. അപ്പോൾ അൻവറിനെ ഇനി ഇടതുപക്ഷ പോരാട്ടങ്ങൾക്ക് എതിരെ നടത്തുന്ന ആ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ കൂടെ ചേർത്ത് നിർത്തലാണ് UDFിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. അത് മലപ്പുറത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. മലപ്പുറത്ത് നിലമ്പൂരിൽ MLA ആണ് അദ്ദേഹം. നിലമ്പൂർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ ശേഷം ആര്യാടൻ ഷൗക്കത്താവട്ടെ, പിന്നീട് DCC VV പ്രകാശ് ആവട്ടെ, ഈ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ടാണ് PV അൻവർ ഇടതുപക്ഷ MLA ആയിട്ട് ഇവിടെ നിന്നും ജയിച്ചു കയറിയത്. അപ്പോൾ അൻവർ UDFിലേക്ക് വരുമ്പോൾ നിലമ്പൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതേക്കുറിച്ചുള്ള ആശയവിനിമയങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മലപ്പുറത്തെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി നിലമ്പൂർ സീറ്റും കൂടി കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് തന്നെ അൻവറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും നിലമ്പൂർ സീറ്റുമായി കൂട്ടിക്കെട്ടേണ്ടാവുന്ന ഒരു മുഴം മുമ്പേ എറിയുന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ മലപ്പുറത്തെ അൻവർ കോൺഗ്രസിൻ്റെ ഭാഗമാകുമ്പോൾ, UDFിൻ്റെ ഭാഗമാകുമ്പോൾ നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും ഒക്കെ വരുമെന്നുള്ളത് അത് വിദൂരത്തെ ഒരു കാര്യമാണെങ്കിൽ പോലും മലപ്പുറത്തെ കോൺഗ്രസിന് UDFിന് അതൊരു വിഷയം തന്നെയാകും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ നേരിടുവാൻ, ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വനനിയമ ഭേദഗതിക്കെതിരെ അൻവർ ജനകീയ യാത്ര നടത്തിയത്. അതിൽ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളൊന്നും പങ്കെടുക്കേണ്ട ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരല്പം അകറ്റി നിർത്തിയാൽ മതി അൻവറിനെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഈ അറസ്റ്റ്, അത് ഒരുപക്ഷെ കോൺഗ്രസിന്റെയും ലീഗിനെ സംബന്ധിച്ച് ലീഗ് നേരത്തെ തന്നെ അത്തരം ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും UDFിന്റെ ആ ഒരു രാഷ്ട്രീയ ചിന്തയെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് ഏറെക്കുറെ. ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ കൂടി വിലയിരുത്താം ഇപ്പോഴല്ലേ?
തീർച്ചയായും പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ സംഭവവികാസങ്ങൾ UDF രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, കേരള രാഷ്ട്രീയത്തിലും അതിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് PV അൻവർ ഇപ്പോൾ ജയിലിനകത്ത് നിന്നും ഉള്ള PV അൻവർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉള്ള വ്യക്തിയല്ല. അദ്ദേഹം ജയിലിനകത്ത് പോയത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പിന്നാലെയാണ്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പിന്നാലെയാണ്. അദ്ദേഹത്തെ ഇടതുപക്ഷ സർക്കാർ വേട്ടയാടുകയായിരുന്നു, അദ്ദേഹത്തോട് വ്യക്തിവിരോധം തീർക്കുകയായിരുന്നു, പോലീസിനെ ചട്ടുകമാക്കി ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിനെ കേസിൽ കുരുക്കുകയായിരുന്നു തുടങ്ങിയ പ്രതിപക്ഷങ്ങളുടെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ശക്തി പകരുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ ദ്രുതഗതിയിലുള്ള അറസ്റ്റ് കൊണ്ട് കേസിലകപ്പെട്ട് ജയിലിൽ പോയ PV അൻവർ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. ഇതുവരെ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവർക്ക് പോലും അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. നേരത്തെ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആലങ്കാരികമായിട്ട് പറയാം. അദ്ദേഹം മുമ്പ് നടത്തിയ റാലികളിലൊക്കെ അദ്ദേഹം ഒരുപക്ഷെ പണം കൊടുത്ത ആളുകളെ കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായതൊക്കെ വലിയ വിമർശനമായിരുന്നു. ഒരുപക്ഷെ ഇനി അദ്ദേഹം ഒരു ജാഥ നടത്തുമ്പോൾ ആ ഒരു സാഹചര്യം ആയിരിക്കില്ല. മലയോര മേഖലയിൽ ആ വന്യജീവി ആക്രമണവും അവിടുത്തെ ബുദ്ധിമുട്ടുകളും നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അൻവറിൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അൻവർ ഉദ്ദേശിക്കുന്നതും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം കൂടിയാകുമ്പോൾ UDFന് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് UDFൻ്റെ കൂടി ഒരു നേട്ടത്തിന് വഴിയൊരുക്കുന്ന കാര്യമാകും. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മാറ്റം, അതായത് കേരള പോലീസ് നടത്തിയ ഈ ദ്രുതഗതിയിലുള്ള ഈ ഒരു അറസ്റ്റും നടപടികളും രാഷ്ട്രീയമായിട്ട് അൻവറിനാണ് ആത്യന്തികമായിട്ട് ഗുണം ചെയ്യുന്നത്, ഇടതുപക്ഷത്തിനാണത് തിരിച്ചടി നൽകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. തിരികെ എത്താം. അനുമോദ്, ജിഷാദ് വളാഞ്ചേരി തവനൂർ ജയിലിന് മുന്നിൽ നിന്ന് ജിഷാദ്, കൂടുതൽ പേർ എത്തി തുടങ്ങി അവിടെ അൻവറിനെ വരവേൽക്കാൻ. അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെയാണ് അൻവർ പുറത്തു വരുന്നത്, രാഷ്ട്രീയ മറുപടിയാണ് എന്നുകൂടി കാണിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണോ അൻവറിന്റെ അണികൾ? എത്ര പേരെത്തി ഇപ്പോൾ ജയിലിന് മുന്നിൽ? പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് തവനൂർ സെൻട്രൽ ജയിലിന് മുമ്പിലാണ്. നിലമ്പൂരിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ദൂരം 2 മണിക്കൂറാണ്. അവിടുന്ന് ഓർഡർ വാങ്ങിന് അവിടുത്തെ പ്രവർത്തകർ പുറപ്പെട്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോരാതെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മെയിലുകൾ വന്നിട്ടുണ്ട്. നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണ.